1959 ഏപ്രിൽ 27. സ്ഥലം ബോംബെ ക്രഫോർഡ് മാർക്കറ്റിലെ പോലീസ് കമ്മീഷണറേറ്റ് കോമ്പൗണ്ടിലുള്ള ക്രൈംബ്രാഞ്ച് ഡെപ്യൂട്ടി കമ്മീഷണർ ജോൺ ലോബോയുടെ ഓഫീസ്. വെള്ള നിറത്തിലുള്ള നേവി യൂണിഫോം ധരിച്ച ആജാനുബാഹുവായ ഒരു യുവാവ് ആ ഓഫീസ് ക്യാബിനുള്ളിലേക്ക് ഉറച്ച കാൽവെപ്പുകളോടെ കടന്നു വരുന്നു. ഞാൻ ഒരാൾക്ക് നേരെ വെടി ഉതിർത്തിട്ട് വരികയാണ്. DC ലോബോയാകട്ടെ സത്യത്തിൽ അങ്ങനെ ഒരാളുടെ വരവും പ്രതീക്ഷിച്ചു തന്നെയാണ് ഇരുന്നത്. നിങ്ങളുടെ വെടികൊണ്ടയാൾ മരിച്ചുപോയി. എനിക്കിപ്പോൾ ഗാംദേവി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിവരം കിട്ടിയതേ ഉള്ളൂ. ലോബോയ്ക്ക് മുന്നിൽ നിന്ന് ആ നേവൽ ഓഫീസറുടെ മുഖത്ത് ഈ വിവരം അറിഞ്ഞിട്ടും യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല. താങ്കൾക്കൊരു ചായ പറയട്ടെ എന്ന് DC ലോബോ. വേണ്ട, എനിക്കൊരു ഗ്ലാസ് വെള്ളം മതി എന്നയാൾ. അതിനുശേഷം അയാൾ ലോബോയുടെ മേശയ്ക്ക് മുന്നിലെ കസേരയിൽ ആഴ്ന്നിരിക്കുന്നു. പോലീസിന് മുന്നിൽ നേരിട്ടെത്തി കീഴടങ്ങിയ ആ വ്യക്തിയുടെ പേര് KM നാനാവതി. പാഴ്സി സമുദായക്കാരനായ നാനാവതി ഇന്ത്യൻ നേവിയിൽ ലഫ്റ്റനന്റ് കമാൻഡർ ആയിരുന്നു. ബ്രിട്ടീഷ് പൗരത്വമുള്ള സിൽവിയയുമായി അദ്ദേഹത്തിന് വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷം തികഞ്ഞിരുന്നു. അപ്പോൾ 3 മക്കൾ, 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയും. മായാനഗരി മുംബൈയിൽ ഏറെ സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കുകയായിരുന്ന ആ നേവൽ ഓഫീസർ എങ്ങനെ ഒരു കൊലപാതകിയായി? അയാൾ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊന്നുകളഞ്ഞത് ആരെയായിരുന്നു? എന്തിനായിരുന്നു? കൊന്നത് കമാൻഡർ KM നാനാവതി തന്നെ ആയിരുന്നുവെന്ന് ഈ കേസ് കേട്ട ജഡ്ജിക്കും ജൂറിക്കും അറിയാമായിരുന്നു. കേസ് വാദിച്ച പ്രോസിക്യൂഷനും പ്രതിഭാഗം വക്കീലിനും അതിൽ സംശയമൊന്നുമില്ലായിരുന്നു. കൊല ചെയ്ത വ്യക്തി തന്നെ നേരിട്ട് വന്ന് കീഴടങ്ങി തന്റെ കുറ്റം ഏറ്റുപറഞ്ഞ കേസാണ്. എന്നിട്ടും വിചാരണ പൂർത്തിയായപ്പോൾ ജൂറി അയാളെ വെറുതെ വിട്ടു. എന്തുകൊണ്ട്? ഇന്നേക്ക് 66 വർഷം മുമ്പ് മുംബൈ നഗരത്തെ കിടുകിട വിറപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ നാവികസേനയിൽ കമാൻഡറായിരുന്ന KM നാനാവതി പട്ടാപ്പകൽ പ്രവർത്തിച്ച കൊടും കൊലപാതകത്തിന്റെ കഥ. ഭർത്തൃമതിയായ യുവതിയുടെ വിവാഹേതര ബന്ധത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ കോടതികളും മാധ്യമങ്ങളും സമൂഹവും ചേർന്ന് നടത്തിയ അതിനാടകീയമായ കുറ്റവിചാരണയുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. 1922 മെയ് 1-ാം തീയതി മുംബൈ നഗരത്തിലെ ഒരു സമ്പന്ന പാഴ്സി കുടുംബത്തിൽ മനേക്ഷാ നാനാവതിയുടെയും മെഹ്റ നാനാവതിയുടെയും മകനായിട്ടാണ് കാവസ് മനേക്ഷാ നാനാവതി ജനിക്കുന്നത്. മുംബൈയിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം കാവസ് ഉപരിപഠനത്തിനു വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അദ്ദേഹം അന്നത്തെ റോയൽ ഇന്ത്യൻ നേവിയിൽ ഒരു ജെന്റിൽമാൻ കേഡറ്റായി പ്രവേശിക്കുന്നു. 2ാം ലോക മഹായുദ്ധകാലത്തെ സ്തുത്യർഹ സേവനത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് അന്ന് വിശിഷ്ട സേവാ മെഡലുകൾ കിട്ടി. അന്ന് ഹൈക്കമ്മീഷണർ പദവിയിലിരുന്ന VK കൃഷ്ണമേനോന്റെ നേവൽ അറ്റാഷിയായും നാനാവതി നിയമിക്കപ്പെടുന്നുണ്ട്. ഇംഗ്ലണ്ടിൽ കഴിയുന്ന കാലത്ത് 1949 നാനാവതി സിൽവിയ എന്നൊരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. അരോഗദൃഢഗാത്രനും സുമുഖനുമായിരുന്ന കാവസ് തൻ്റെ സൗമ്യ പ്രകൃതം കൊണ്ട് ആരെയും, വിശേഷിച്ച് സ്ത്രീകളെ, തന്നിലേക്ക് വലിച്ചടുപ്പിക്കാൻ സിദ്ധിയുള്ള ഒരു യുവാവായിരുന്നു. സ്വാഭാവികമായും പ്രഥമ ദർശനത്തിൽ തന്നെ ഇരുവർക്കുമിടയിൽ അനുരാഗം പൊട്ടിമുളച്ചു. ആ പ്രണയം അധികം വൈകാതെ അവരുടെ വിവാഹത്തിൽ കലാശിക്കുകയും ചെയ്തു. വിവാഹം നടക്കുമ്പോൾ നാനാവതിക്ക് 27 വയസ്സും സിൽവിയയ്ക്ക് 21 വയസ്സും മാത്രമാണ് പ്രായം. വിവാഹശേഷം ഇരുവരും മുംബൈയിലേക്ക് മടങ്ങിയെത്തി അവിടെ സെറ്റിൽ ചെയ്യുന്നു. ഇന്ത്യ സ്വതന്ത്രമായ ശേഷം നാനാവതി ഇന്ത്യൻ നേവിയുടെ ഭാഗമാകുന്നു. 1956 തൻ്റെ 34-ാം വയസ്സിൽ നാനാവതി കമാൻഡർ റാങ്കിലേക്ക് ഉയർത്തപ്പെടുന്നു. ഇങ്ങനെ പോയാൽ പെൻഷൻ പറ്റും മുമ്പ് കമാൻഡർ നാനാവതി ചുരുങ്ങിയത് അഡ്മിറലെങ്കിലും ആകുമെന്ന് സകലരും കരുതി. പക്ഷേ വിധിഹിതം മറ്റൊന്നായിരുന്നു. സമ്പന്നമായ കുടുംബാന്തരീക്ഷം, നേവിയിലെ ഉന്നതമായ ഉദ്യോഗം, 3 മക്കൾ, കൊട്ടാര തുല്യമായ വീട്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഏറെ സംതൃപ്തമായൊരു ദാമ്പത്യ ജീവിതമായിരുന്നു അവരുടേത്. എന്നാൽ അതിനു പിന്നിൽ അസംതൃപ്തിയുടെ കനലുകൾ പുകയുന്നത് ആർക്കും കാണാനാവുമായിരുന്നില്ല. ഇന്ത്യൻ നേവിയിലെ KM നാനാവതിയുടെ വളർച്ച അത്ഭുതകരമായിരുന്നു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കമാൻഡർ നാനാവതി നേവിയിലെ പ്രധാന ഓഫീസർമാരിൽ ഒരാളായി മാറിക്കഴിഞ്ഞിരുന്നു. ഒപ്പം അദ്ദേഹത്തിന് ഉത്തരവാദിത്തങ്ങളും ഇരട്ടിച്ചു. നാവികസേനയുടെ പല സ്ട്രാറ്റജിക് മിഷനുകൾക്കും അദ്ദേഹമായിരുന്നു ആദ്യത്തെ ചോയ്സ് എന്നതുകൊണ്ട് പലപ്പോഴും മാസങ്ങളോളം അദ്ദേഹത്തിന് കടലിൽ തൻ്റെ കപ്പലിൽ കഴിച്ചു കൂട്ടേണ്ടി വന്നിരുന്നു. ഔദ്യോഗികമായ ഈ കൃത്യാന്തര ബാഹുല്യം പതുക്കെ തൻ്റെ വിവാഹ ജീവിതത്തിൽ വിള്ളലുകൾ വീഴ്ത്തിക്കൊണ്ടിരുന്നത് തിരിച്ചറിയാൻ കമാൻഡർ നാനാവതി വൈകി. 1959 ഏപ്രിൽ മാസം കമാൻഡർ നാനാവതി ഇന്ത്യ റോയൽ ബ്രിട്ടീഷ് നേവിയിൽ നിന്ന് വില കൊടുത്തു വാങ്ങിയ 2ാമത്തെ ക്രൂയിസറായ INS മൈസൂറിൻ്റെ സെക്കൻഡ് ഇൻ കമാൻഡായി പോസ്റ്റഡ് ആയിരുന്ന കാലം. നിർണായകമായ ഒരു സ്ട്രാറ്റജിക് എക്സസൈസിന് വേണ്ടി കഴിഞ്ഞ 2 മാസക്കാലമായി അദ്ദേഹം INS മൈസൂരിൽ ഓൺ ബോർഡാണെന്ന്.
ദില്ലിയിൽ നിന്ന് കിട്ടിയ നിർദ്ദേശമനുസരിച്ച് പെട്ടെന്നൊരു ദിവസം ദൗത്യത്തിൽ അപ്രതീക്ഷിതമായ ഒരു മാറ്റമുണ്ടാവുന്നു. ബാട്ടിക്കലോവിലെ ഹോൾട്ട് റദ്ദാക്കി കപ്പൽ മുൻകൂർ നിശ്ചയിച്ചാലും നേരത്തെ തിരികെ മുംബൈ തുറമുഖം ലക്ഷ്യമിട്ട് പുറപ്പെടുന്നു. ഏപ്രിൽ 18-ാം തീയതി കമാൻഡർ നാനാവതി തിരികെ മുംബൈ നഗരത്തിലെത്തി. ഇത്തവണ പക്ഷേ തൻ്റെ ഭാര്യ സിൽവിയയുടെ പെരുമാറ്റത്തിൽ വല്ലാത്തൊരു അകൽച്ച അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഒടുവിൽ കമാൻഡർ നാനാവതിയുടെ ജീവിതം പാടെ മാറ്റിമറിച്ച ആ അഭിശപ്ത ദിനവും വന്നെത്തി. 1959 ഏപ്രിൽ 27-ാം തീയതി. അന്നത്തെ പ്രഭാതം വളരെ സാധാരണമായ ഒന്നായിരുന്നു. അന്ന് രാവിലെ അദ്ദേഹം തൻ്റെ ഭാര്യയോടൊപ്പം വീട്ടിലെ വളർത്തുപട്ടിയെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പറയിൽ വരെ പോയിരുന്നു. അന്നത്തെ മാറ്റിനി ഷോയ്ക്ക് മെട്രോ സിനിമ തിയേറ്ററിൽ ടോം തംബ് എന്നൊരു ഹോളിവുഡ് പടത്തിന് പിള്ളേർക്കൊപ്പം പോകാൻ വേണ്ടി ടിക്കറ്റും അദ്ദേഹം ബുക്ക് ചെയ്തിരുന്നു. കൊളാബയിലെ തൻ്റെ പോഷ് ഫ്ലാറ്റിൽ ഭാര്യയോടൊപ്പം ഇരിക്കുമ്പോൾ കമാൻഡർ നാനാവതിക്ക് തൻ്റെ 10 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ ആദ്യമായി ഭാര്യയുടെ പെരുമാറ്റത്തിൽ വല്ലാത്തൊരു സ്നേഹക്കുറവ് അനുഭവപ്പെട്ടു. വാട്ട്സ് ദ മാറ്റർ സിൽവി എന്ന തൻ്റെ ഭർത്താവിൻ്റെ ചോദ്യത്തോട് പ്രതികരിക്കാതെ ആ ചോദ്യം അവഗണിച്ചുകൊണ്ട് സിൽവിയ നിന്നു. ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം അവളുടെ അടുത്തേക്ക് ചേർന്നു നിന്ന് ഒന്ന് അടക്കം പിടിച്ചു. ഉടനെ കുതിരി മാറി എന്ന് മാത്രമല്ല, തന്നെ തൊടാൻ വരരുത് എന്ന് അവർ അയാളെ വിലക്കുകയും ചെയ്തു. ആ വീട്ടിൽ അന്നുവരെ ഓർഡർ ഇട്ടിരുന്നത് കമാൻഡർ നാനാവതി മാത്രമാണ്. ഭാര്യയിൽ നിന്ന് അപ്രതീക്ഷിതമായി നേരിടേണ്ടി വന്ന ആ ഇൻഡിഫറൻസ് അയാളെ വല്ലാതെ അരിശം കൊള്ളിച്ചു. എന്തിനാണ് തന്നോട് ഇങ്ങനെ പെരുമാറിയത് എന്ന് അയാൾ ചോദിച്ചപ്പോഴും സിൽവിയ ഉത്തരമൊന്നും പറയാൻ കൂട്ടാക്കിയില്ല. ഭാര്യയുടെ മൗനം കമാൻഡർ നാനാവതിയെ ഇരുത്തി ചിന്തിപ്പിച്ചു. മനസ്സിൽ അയാൾ കാരണങ്ങൾ തിരഞ്ഞു. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഭാര്യയുമായിട്ടുണ്ടായ ഒരു സംഭാഷണം അപ്പോൾ അയാളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. നാനാവതിയുടെ സഹോദരൻ ഹോഷാങ്ങിന്റെ വീട്ടിൽ ഒരു കുടുംബ വിരുന്നിന് പോകാൻ തനിക്ക് ക്ഷണം കിട്ടിയിരുന്നുവെന്നും സ്നേഹിത മാമിക്കൊപ്പം പുറത്തു പോകാനുണ്ടായിരുന്നത് കൊണ്ട് ആ ക്ഷണം താൻ നിരസിച്ചു എന്നുമാണ് അന്ന് സിൽവിയ ഭർത്താവിനെ അറിയിച്ചത്. മാമി അഹൂജ മുംബൈ നഗരത്തിൽ അറിയപ്പെടുന്ന ബിസിനസ്മാനായ പ്രേം അഹൂജയുടെ അവിവാഹിതയായിട്ടുള്ള സഹോദരിയാണ്. 1-2 വർഷം മുമ്പ് ലഫ്റ്റനന്റ് കമാൻഡർ യാഗ്നിക്കാണ് പ്രേം അഹൂജ എന്ന ബിസിനസ്മാനെ നാനാവതിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. സഹോദരന്റെ വീട്ടിലെ വിരുന്ന് സ്കിപ്പ് ചെയ്തുകൊണ്ട് പകരം ഏതോ സ്നോബിഷ് സോഷ്യലിസ്റ്റ് യുവതിക്കൊപ്പം കിറ്റി പാർട്ടിക്ക് പോകാൻ തൻ്റെ ഭാര്യ തീരുമാനിച്ചത് അയാളെ വല്ലാതെ കലി കൊള്ളിച്ചിരുന്നു. ഭാര്യ ഏറെ കാഷ്വലായി പറഞ്ഞ ഈ സംഗതിയെ അന്ന് മറ്റൊന്നുമായും കമാൻഡർ നാനാവതി ബന്ധിപ്പിച്ചിരുന്നില്ല. എന്നാൽ തിരികെ വന്നപ്പോൾ ഭാര്യയിൽ നിന്ന് നേരിടേണ്ടി വന്ന അടുപ്പക്കുറവ് അയാളെ ആഴത്തിൽ ചിന്തിപ്പിച്ചു. തൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ താനല്ലാതെ മറ്റാരെങ്കിലും കടന്നു വന്നിട്ടുണ്ടാകുമോ എന്ന സംശയം അയാളിൽ ശക്തമായി. സങ്കടം ഘനീഭവിച്ച ഹൃദയത്തോടെ അയാൾ സിൽവിയോട് ചോദിച്ചു, ഡു യു നോട്ട് ലവ് മീ എനിമോർ? എന്നെ നിനക്കിപ്പോൾ പഴയ പോലെ സ്നേഹമൊന്നുമില്ലേ? അവളുടെ മറുപടി മൗനമായിരുന്നു. അതോടെ അയാളുടെ സംശയം ഇരട്ടിച്ചു. നിനക്ക് മറ്റാരോടെങ്കിലും എന്ന് അയാൾ തൻ്റെ ചോദ്യം ഒരു അർദ്ധോക്തിയിൽ നിർത്തി. അപ്പോൾ ഒരിക്കലും കേൾക്കേണ്ടി വരരുതേ എന്ന് അയാൾ ആഗ്രഹിച്ച ആ മറുപടി അവളിൽ നിന്ന് പുറപ്പെട്ടു. യെസ്. ഏറെ നിർവികാരമായ മറുപടി ആ മുറിയുടെ ചുവരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. അത് പ്രേമാണോ? തൻ്റെ മനസ്സിൽ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി കിടന്ന് കളിച്ച സംശയം അയാൾ പുറത്തുവിട്ടു. അതെ എന്ന് അവൾ തലയാട്ടി. നിങ്ങൾ തമ്മിൽ ഫിസിക്കൽ ആയിട്ടുണ്ടോ എന്ന് അയാളുടെ അടുത്ത ചോദ്യം. ഉവ് എന്ന് അവളുടെ മറുപടി. ആ ഉത്തരം കേട്ടതോടെ 1000 അഗ്നിപർവ്വതങ്ങൾ കമാൻഡർ നാനാവതിയുടെ മനസ്സിൽ കിടന്ന് പൊട്ടിത്തെറിച്ചു. അയാൾക്ക് ആ കേട്ടത് വിശ്വസിക്കാനായില്ല. ഇന്ത്യൻ നാവികസേനയിൽ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന കമാൻഡർ നാനാവതിയുടെ ഭാര്യയ്ക്കുമേൽ ഒരു പരപുരുഷൻ എങ്ങനെയാണ് കണ്ണുവെക്കുക? അവളെ കിടക്കയിലേക്ക് എത്തിക്കുന്നത് പോട്ടെ, എങ്ങനെയാണ് അവളോട് ഫ്ലർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് പോലും ആലോചിക്കുക? തന്നെപ്പോലെ ബോംബെയിലെ സുന്ദരികളായ യുവതികൾ എക്കാലവും ആഗ്രഹിക്കുന്ന ഒരാൾ ഭർത്താവായിരിക്കെ സിൽവിയയ്ക്ക് എന്തിൻ്റെ കുറവാണുള്ളത്? അവൾക്ക് എങ്ങനെ മറ്റൊരു പുരുഷനുമായി ബന്ധപ്പെടാനായി? അതും ഈ സിന്ധി അലവലാതിയുമായി. അയാളുടെ മനസ്സിൽ ഇങ്ങനെ പല ചോദ്യങ്ങളും കിടന്ന് തിക്കുമുട്ടി. എന്നാൽ ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടും ഭാര്യയ്ക്ക് നേരെ തൻ്റെ കോപത്തെ തിരിച്ചുവിടാൻ കമാൻഡർ നാനാവതി ശ്രമിച്ചില്ല. അയാൾ അവസാനമായി ഭാര്യയോട് ഒരു കാര്യം കൂടി പറഞ്ഞു. നീ അവനെ ഇനി ഒരിക്കലും കാണില്ല എന്ന് എനിക്ക് വാക്ക് തരാമെങ്കിൽ ഇതുവരെ നടന്നതൊക്കെയും പൊറുക്കാൻ ഞാൻ തയ്യാറാണ്. പ്രതീക്ഷയോടെ സിൽവിയെ നോക്കിയ അയാളെ അവളുടെ മുഖത്ത് കണ്ട നിഷേധഭാവം നിരാശനാക്കി. വീണ്ടും വിസമ്മതം വ്യക്തമായും പ്രസരിപ്പിക്കുന്ന ഒരു മൗനം. ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് അയാൾക്കപ്പോൾ ബോധ്യം വന്നു. അതോടെ അയാൾ വാതിൽ വലിച്ചു തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മുഷ്ടി ചുരുട്ടി പല്ലും കടിച്ചു പിടിച്ച് പുറത്തേക്ക് പോകും വഴി അയാൾ ഇത്ര കൂടി പറഞ്ഞു, ആ പന്നിയുടെ മോനെ നേരിട്ട് കണ്ട് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അത് കേട്ട സിൽവിയ അത്രയും നേരത്തെ തന്നെ മോഢ്യം വെടിഞ്ഞ് തൻ്റെ ഭർത്താവിന് പിന്നാലെ പാഞ്ഞു ചെന്ന് അയാളുടെ കയ്യിൽ പിടിച്ചു. ദയവായി പോകരുതേ, അയാൾ നിങ്ങളെ വെടിവെച്ച് കൊല്ലും എന്നവൾ പറഞ്ഞു. എനിക്കിനി ഒന്നും നോക്കാനില്ല, ഞാൻ എൻ്റെ തലയ്ക്ക് തന്നെ വെടിവെച്ച് ചാവാനുള്ള മൂഡിലാണിപ്പോൾ എന്ന് നാനാവതിയുടെ മറുപടി. നിങ്ങൾ എന്തിന് ചാവണം, ഞാനല്ലേ കുറ്റക്കാരി എന്ന് സിൽവിയയുടെ ആത്മകഥം. കൃത്യം ഈ സമയത്ത് കുശിനിക്കാരൻ്റെ എൻട്രി. സർ, ലഞ്ച് റെഡിയാണ് എന്നയാൾ. അത് കേട്ടതും കുട്ടികൾ ഓടിച്ചാടി തീന്മേശയിലേക്ക് എത്തി.
ചോറും ചെമ്മീൻ കറിയും കട്ട്ലറ്റും അടക്കമുള്ള വിഭവങ്ങൾ തയ്യാർ. കിടപ്പുമുറിയിലെ അടഞ്ഞ വാതിലിന് പിന്നിൽ അച്ഛനും അമ്മയും തമ്മിൽ എന്തോ വഴക്ക് നടക്കുന്നുണ്ടെന്ന് ആ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായിരുന്നു. എങ്കിലും അതെന്താണെന്ന് അവർക്ക് തിരിഞ്ഞില്ല. മാറ്റിനി ഷോയ്ക്ക് പോകാൻ വേണ്ടി വേഷം മാറി അപ്പോഴേക്കും സിൽവിയ കിടപ്പുമുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. കമാൻഡർ നാനാവതി അവരെ മെട്രോ സിനിമ തിയേറ്ററിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തു. എല്ലാം നോർമലാണ് എന്നൊരു പ്രതീതി അപ്പോൾ അവിടെ പരന്നു. എന്നാൽ ഒന്നും നോർമൽ ആയിരുന്നില്ല. ഇനി ഒരിക്കലും നോർമലാകാൻ പോകുന്നുമില്ലായിരുന്നു. പിള്ളേരെയും ഭാര്യയും മെട്രോ സിനിമയിൽ കൊണ്ടുവിട്ട ശേഷം കമാൻഡർ നാനാവതി നേരെ പോകുന്നത് നേവൽ ഡോക്ക് യാർഡിലേക്കാണ്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ കപ്പൽ INS മൈസൂർ നങ്കൂരമിട്ട് കിടക്കുന്നത്. അതിൻ്റെ ഗണ്ണറിയിൽ ചെന്ന് ഒരു 0.38 mm സ്മിത്ത് ആൻഡ് വെസൺ റിവോൾവറും അതിൻ്റെ 6 തിരകളും അദ്ദേഹം ഇഷ്യൂ ചെയ്തു വാങ്ങി. ഇതെല്ലാം കൂടി ഒരു ബ്രൗൺ കളർ കവറിൽ പൊതിഞ്ഞെടുത്ത് അതിൻ്റെ മുകളിൽ തൻ്റെ പേരും വൃത്തിക്ക് എഴുതി വെച്ച് അതും കൊണ്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. നേരത്തെ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇനി നടക്കാനുള്ളത് കമാൻഡർ നാനാവതിയുടെ ആത്മാഹുതിയാണ്. അദ്ദേഹത്തിൻ്റെ BMU 3240 നമ്പർ കാർ നേരെ ഏതെങ്കിലും ആളൊഴിഞ്ഞ ഇടത്തേക്ക് പോകണം. ശേഷം ഈ റിവോൾവറിലെ വെടിയുണ്ട അദ്ദേഹത്തിൻ്റെ തലച്ചോർ പിളർക്കണം. എന്നാൽ ആ കാർ മറൈൻ ഡ്രൈവിലൂടെ നേരെ ചീറിപ്പാഞ്ഞു പോയത് നേപ്പിയൻ സി റോഡിലെ സെറ്റിൽവാദ് ലൈനിലുള്ള പ്രേം അഹൂജയുടെ വീടായ ജീവൻ ജോത്തിലേക്കാണ്. വാതിൽ തുറന്നത് അഹൂജയുടെ കുശലിക്കാരൻ ദീപക്കാണ്. കമാൻഡർ നാനാവതിയെ അയാൾക്ക് നേരത്തെ കണ്ട് പരിചയമുണ്ട്. പ്രേം ഉണ്ടോ എന്ന് നാനാവതി ചോദിച്ചപ്പോൾ ഉണ്ട്, ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്, കിടപ്പുമുറിയിലുണ്ട് എന്ന് മറുപടി കിട്ടി. അത്രയും കേൾക്കാൻ മാത്രമേ നാനാവതി കാത്തിരുന്നുള്ളൂ. പിന്നെ ചോദിക്കലും പറച്ചിലുമൊന്നും ഉണ്ടായില്ല. അയാൾ നേരെ മുകളിലെ നിലയിലെ അഹൂജയുടെ കിടപ്പറയിലേക്ക് ചെന്നു. വാതിൽ തുറന്ന് അകത്ത് കയറി വലിച്ചടയ്ക്കുന്ന ശബ്ദം ജോലിക്കാരൻ താഴെ നിന്നപ്പോൾ കേട്ടു. 2-3 മിനിറ്റ് നേരം കൂടി പിന്നിട്ട് കാണണം. വീണ്ടും ഉച്ചത്തിൽ ചില ഒച്ചകൾ ആ കിടപ്പറയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് കേട്ടു. അത് പക്ഷേ വെടിയൊച്ചകളായിരുന്നു. ഒന്നല്ല രണ്ടല്ല, ഒന്നിനു പിന്നാലെ ഒന്നായി 3 വെടിയൊച്ചകൾ ആ വീട്ടിൽ മുഴങ്ങി. അത്രയും നേരം ആ വീട്ടിലെ തന്നെ തൻ്റെ ബെഡ്റൂമിൽ ഉറക്കത്തിലായിരുന്ന പ്രേം അഹൂജയുടെ സഹോദരി മാമി ഈ വെടിയൊച്ചകൾ കേട്ട് ഞെട്ടി ഉണർന്ന് തൻ്റെ സഹോദരൻ്റെ മുറിയിലേക്ക് ഓടിയെത്തി. മുറിയിൽ വെടിയേറ്റ് ചോരയൊലിപ്പിച്ച് കിടക്കുന്ന തൻ്റെ സഹോദരനെയാണ് അവർ കാണുന്നത്. ഞെട്ടിത്തരിച്ച് നിലവിളിച്ച് കൂവിയ അവരുടെ മുന്നിലൂടെ കമാൻഡർ നാനാവതി ഏറെ നിർനിമേഷനായി കോണിയിറങ്ങി താഴെ എത്തി തൻ്റെ കാറിൽ കയറി സ്ഥലം വിട്ടു. താഴെ എത്തിയപ്പോൾ ആ കെട്ടിടത്തിൻ്റെ സെക്യൂരിറ്റി ജീവനക്കാരൻ അയാളെ തടയാൻ ശ്രമിച്ചുവെങ്കിലും നിങ്ങൾ പ്രയാസപ്പെടണമെന്നില്ല, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് സറണ്ടർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്നായിരുന്നു കമാൻഡർ നാനാവതിയുടെ പ്രതികരണം. സെറ്റിൽവാദ് ലൈനിൽ നിന്ന് പുറത്തിറങ്ങിയ കമാൻഡർ നാനാവതിക്ക് പക്ഷേ അവിടെ നിന്ന് ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ഏതാണ് എന്ന് അറിയില്ലായിരുന്നു. സ്റ്റേഷൻ എവിടെയെന്ന കാര്യത്തിൽ വേണ്ടത്ര നിശ്ചയം പോരാതിരുന്നതുകൊണ്ട് അദ്ദേഹം നേരെ വെച്ചുപിടിക്കുന്നത് നേവിയുടെ ഹെഡ് കോപ്പായിട്ടുള്ള പ്രൊവോസ്റ്റ് മാർഷലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്കാണ്. കമാൻഡർ മൈക്കൽ ബെഞ്ചമിൻ സാമുവൽ ആയിരുന്നു അന്നത്തെ പ്രൊവോസ്റ്റ് മാർഷൽ. നേവൽ ഫോഴ്സിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ഓഫീസേഴ്സിൽ ഒരാളായ കമാൻഡർ നാനാവതിയിൽ നിന്ന് ഐ തിങ്ക് ഐ ഹാവ് ഷോട്ട് എ മാൻ എന്നൊരു കുറ്റസമ്മതം മുഖാമുഖം കേട്ടപ്പോൾ അദ്ദേഹം ആകെ ഞെട്ടിത്തരിച്ചിരുന്നു പോയി. എന്തിന് എന്ന് അദ്ദേഹത്തിന് മറുചോദ്യം. എൻ്റെ ഭാര്യയെ വശീകരിച്ച് അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് എന്ന് നാനാവതിയുടെ മറുപടി. സ്വന്തം കിടപ്പറയിൽ വെച്ച് പ്രേം അഹൂജയെ കൺഫ്രണ്ട് ചെയ്ത ശേഷം താൻ അയാളോട് നിങ്ങൾക്ക് സിൽവിയെ വിവാഹം കഴിക്കാൻ വല്ല ഉദ്ദേശവുമുണ്ടോ എന്ന് ചോദിച്ചു എന്നും അപ്പോൾ അയാൾ ശാരീരിക ബന്ധം പുലർത്തുന്ന പെണ്ണുങ്ങളെ എല്ലാം വിവാഹം കഴിക്കുന്ന പതിവ് തനിക്ക് ഇല്ല എന്ന് മറുപടി നൽകിയെന്നും ആ മറുപടി കേട്ടപ്പോൾ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിലാണ് താൻ അയാൾക്ക് നേരെ പോയിന്റ് ബ്ലാങ്കിൽ 3 വെടിയുണ്ടകൾ ഉതിർത്തത് എന്നും നാനാവതി പ്രൊവോസ്റ്റ് മാർഷലിനോട് വെളിപ്പെടുത്തി. ഇതെല്ലാം കേട്ട് അല്പനേരം പകച്ചിരുന്ന ശേഷം പ്രൊവോസ്റ്റ് മാർഷൽ മൈക്കൽ ബെഞ്ചമിൻ സാമുവൽ ലാൻഡ് ഫോണിന്റെ റിസീവർ കയ്യിലെടുത്ത് ക്രൈംബ്രാഞ്ച് ഡെപ്യൂട്ടി കമ്മീഷണർ ജോൺ ലോബോയെ ഡയൽ ചെയ്ത് വിവരം പറഞ്ഞു. ഞാൻ കമാൻഡർ നാനാവതിയെ അങ്ങോട്ട് അയക്കുകയാണ്. അദ്ദേഹം ഒരാളോട് വഴക്കിട്ട് അയാൾക്ക് നേരെ വെടി ഉതിർത്തിട്ട് എൻ്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. അയാൾക്ക് സറണ്ടർ ചെയ്യണം എന്നുണ്ട്, വേണ്ടത് ചെയ്തു കൊടുക്കുക എന്നായിരുന്നു ആ സന്ദേശം. ഈ ഫോൺ വിളി അവസാനിപ്പിച്ച് റിസീവർ ക്രാഡലിൽ വെച്ചതും ലോബോയുടെ ഫോൺ വീണ്ടും ശബ്ദിച്ചു. സർ, ഞാൻ ഇൻസ്പെക്ടർ ഗൗതം, ഗാംദേവി പോലീസ് സ്റ്റേഷൻ. നമ്മുടെ ജൂറിസ്ഡിക്ഷനിൽ ഒരു വെടിവെപ്പ് നടന്നിട്ടുണ്ട്. പ്രേം അഹൂജ എന്നൊരാൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഞങ്ങൾ ക്രൈം സീനിലേക്ക് പോവുകയാണ്, അന്വേഷിച്ചിട്ട് വീണ്ടും വിളിക്കാമെന്ന് മറുതലക്കിൽ നിന്ന് ഒരു വിവരം പാസ് ഓൺ ആയി. അതൊരു ഹൈ പ്രൊഫൈൽ കൊലപാതകമായിരുന്നു. കൊല ചെയ്തിരിക്കുന്നത് മുംബൈയുടെ കൾച്ചറൽ അരിസ്റ്റോക്രസിയുടെ പ്രതീകമായ സമ്പന്ന പാഴ്സി സമുദായത്തിലെ ഏറെ ബഹുമാന്യനായ ഒരു നേവൽ കമാൻഡറാണ്. കൊല്ലപ്പെട്ടിരിക്കുന്നതും ഒരു സമ്പന്നൻ തന്നെ. വിഭജന സമയത്ത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി ഇവിടെ വ്യാപാരം തുടങ്ങി പെട്ടെന്ന് സമ്പന്നരായ സിന്ധികളുടെ പിന്മുറക്കാരനാണ് പ്രേം അഹൂജ. പ്രേമിന്റെ കുടുംബത്തിന് സ്വന്തമായി ഒരു കാർ ഷോറൂം ഉണ്ടായിരുന്നു.
എന്തായാലും പ്രേം അഹൂജയെ കൊന്ന ശേഷം കമാൻഡർ KM നാനാവതി നേരിട്ട് എന്ന് പോലീസിൽ കീഴടങ്ങിയതോടെ കളമൊരുങ്ങിയത് ബോംബെ അന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും സെൻസേഷണൽ ആയിട്ടുള്ള ഒരു കൊലപാതക കേസിന്റെ തുടർ വ്യവഹാരത്തിനാണ്. പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് CM ത്രിവേദി എന്ന അഭിഭാഷകനാണ്. ബോംബെയിലെ മുല്ല ആൻഡ് മുല്ല എന്ന ലീഗൽ സ്ഥാപനത്തിലെ ഒരു സീനിയർ പാർട്ട്ണർ ആയിരുന്നു നാനാവതിയുടെ അമ്മാവൻ ദുഞ്ചിഷ നാനാവതി. ഈ സ്ഥാപനത്തിന്റെ തലവനായ SR വക്കീൽ പ്രതിഭാഗത്തിനു വേണ്ടി വക്കാലത്ത് ഏറ്റെടുത്തു. കാൾ ഖണ്ഡാലവാല എന്ന ബോംബെയിലെ അതിപ്രസിദ്ധനായ ഒരു പാഴ്സി ക്രിമിനൽ ലോയറാണ് അന്ന് ഈ കേസിൽ നാനാവതിക്ക് വേണ്ടി ഹാജരാവുന്നത്. അവരുടെ ആദ്യത്തെ ആവശ്യം നാനാവതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാതിരിക്കുക എന്നതായിരുന്നു. കൊല നടന്ന അന്ന് വൈകുന്നേരത്തോടെ പോലീസ് അറസ്റ്റ് ചെയ്ത നാനാവതി അടുത്ത ദിവസം വൈകുന്നേരത്തോടെ അഡീഷണൽ ചീഫ് പ്രസിഡൻഷ്യൽ മജിസ്ട്രേറ്റ് M നസറുല്ലയുടെ മുന്നിൽ ഹാജരാക്കപ്പെടുന്നു. ഈ കൊലക്കേസിലെ കുറ്റാരോപിതൻ തങ്ങളുടെ ഒരു ഹൈ റാങ്കിംഗ് ഓഫീസർ ആയിരുന്നതുകൊണ്ട് ഇന്ത്യൻ നേവി ഈ വിഷയത്തിൽ ഉടനടി ഇടപെട്ടു. അവരുടെ സ്വാധീന ശക്തി പരമാവധി അവർ പ്രയോഗിച്ചു. അവർ കമാൻഡർ നാനാവതിയെ ജുഡീഷ്യൽ കസ്റ്റഡിക്ക് പകരം നേവൽ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടു. നേവി ആക്ടിന്റെ 78-ാം സെക്ഷൻ പറയുന്നത് നേവി ഉദ്യോഗസ്ഥരിൽ ആരെങ്കിലും സിവിലിയൻസിനു മേൽ കൊലപാതകം പ്രവർത്തിച്ചാൽ അതിന്റെ തുടർ നടപടികൾ രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന വിധത്തിൽ നടത്തണം എന്നായിരുന്നിട്ടും കോടതി അത് അനുവദിക്കുകയും ചെയ്തു. അടുത്ത ദിവസം, അതായത് 1959 ഏപ്രിൽ 29-നാണ് ഈ കേസ് ആദ്യമായി ഇന്ത്യയിലെ ഒരു പത്രത്തിൽ വാർത്തയാവുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യ അന്ന് ഈ കേസിനെ ട്രീറ്റ് ചെയ്യുന്നത് 8-ാം പേജിൽ ഒരു ഒറ്റക്കോളം വാർത്തയായിട്ട് മാത്രമാണ്. ഒടുവിൽ പ്രതിഭാഗവും നേവിയും ചേർന്ന് നടത്തിയ പരിശ്രമങ്ങൾ വിജയം കണ്ടു. കോടതി നാനാവതിയെ INS കുഞ്ഞാലി എന്ന നേവൽ ജയിലിലേക്ക് റിമാൻഡിൽ വിട്ടു. സാധാരണഗതിക്ക് ഇൻസബോർഡിനേഷനും ഡിസോർഡർലി കണ്ടക്റ്റും മോഷണവും പോലുള്ള മൈനർ ക്രൈമുകൾക്ക് വിചാരണ നേരിടുന്ന നേവി ഉദ്യോഗസ്ഥരെ ലോഡ്ജ് ചെയ്യുന്ന തടവറയാണ് INS കുഞ്ഞാലി. നേവൽ പാർലൻസിൽ ഡിസിപ്ലിനറി ക്വാർട്ടർ അഥവാ DQ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരിടം. അതികർശനമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള ആ കൽത്തുറുങ്കിലെ സെല്ലിൽ കമാൻഡർ നാനാവതിക്ക് അന്നൊരു പേഴ്സണൽ വെസ്റ്റേൺ ടോയ്ലറ്റും ഒരു കുളിമുറിയും പെഡസ്റ്റൽ ഫാനുമൊക്കെ അനുവദിക്കപ്പെട്ടിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട വളർത്തുനായയെ ദിവസേന കാണാനും അദ്ദേഹത്തിന് അനുവാദം കിട്ടുന്നു. നാനാവതി അവിടെ കിടന്ന എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ അഭിഭാഷകർക്ക് അദ്ദേഹത്തെ സമയനിഷ്ഠ കൂടാതെ സന്ദർശിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു. തൻ്റെ ഭർത്താവിൻ്റെ കൈകൊണ്ട് കാമുകൻ കൊല്ലപ്പെട്ട ശേഷം സിൽവിയയുടെ പെരുമാറ്റത്തിലുണ്ടായ മാറ്റം അത്ഭുതാവഹമായിരുന്നു. ആ നിമിഷം തൊട്ട് അങ്ങോട്ട് അവർ കമാൻഡർ നാനാവതിക്ക് പിന്നിൽ അടിയുറച്ചു നിലകൊണ്ടു. ദിവസേന അദ്ദേഹത്തെ സന്ദർശിക്കാനും അവർ സമയം കണ്ടെത്തി. അന്ന് അവർക്കിടയിൽ നടന്ന സംഭാഷണത്തിൽ നാനാവതി തൻ്റെ ചെയ്തിയിൽ യാതൊരുവിധ പശ്ചാത്താപങ്ങളും പ്രകടിപ്പിച്ചില്ല. ഗിവൺ എ ചാൻസ് ഐ വുഡ് ഡു ഇറ്റ് അഗെയിൻ, അതായത് ഇനിയൊരു സാഹചര്യം ഉണ്ടായാൽ ഞാൻ ഇനിയും ഇത് തന്നെ പ്രവർത്തിക്കും എന്നായിരുന്നു നാനാവതിയുടെ പ്രതികരണം. 1959 സെപ്റ്റംബർ 23 കേസ് ബോംബെ സെഷൻസ് കോടതിയിൽ വിചാരണയ്ക്ക് വരുന്നു. പതിവിൽ കവിഞ്ഞ ജനക്കൂട്ടമാണ് ആ കേസിന്റെ വിചാരണയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ആ ദിവസങ്ങളിൽ കോടതിയിലെത്തുന്നത്. തൻ്റെ ഫുൾ നേവൽ യൂണിഫോമിൽ നെഞ്ചത്ത് കുത്തിവെച്ച നിരവധി മെഡലുകളുടെയും അരയിലെ സെറിമോണിയൽ സ്വാഡിൻ്റെയും ഒക്കെ അകമ്പടിയോടെയാണ് കമാൻഡർ നാനാവതി വിചാരണ നടന്ന 22 ദിവസവും INS കുഞ്ഞാലിയിൽ നിന്ന് കോടതി സമക്ഷം ഹാജരായിരുന്നത്. മുംബൈയിലെ പാഴ്സി സമൂഹത്തിൽ നിന്ന് ഈ വിചാരണ കാണാൻ വേണ്ടി വന്നെത്തിയവരിൽ പലരും കമാൻഡർ നാനാവതിയുടെ ആരാധകരും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ ശരിവച്ചിരുന്നവരും ആയിരുന്നു. തങ്ങളിൽ ഒരാളെ പട്ടാപ്പകൽ വെടിവെച്ചു കൊന്ന കമാൻഡർക്ക് അതിനുള്ള ശിക്ഷ കിട്ടുമോ എന്നറിയാൻ എത്തിച്ചേർന്ന സിന്ധി സമുദായക്കാരും കാഴ്ചക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിറഞ്ഞ സദസ്സിനു മുന്നിൽ വിചാരണ ആരംഭിക്കുന്നത് സെഷൻസ് കോടതി രജിസ്ട്രാർ DR നാത്കർണി കമാൻഡർ നാനാവതിക്കെതിരായിട്ടുള്ള ചാർജുകൾ വായിച്ചു കേൾപ്പിക്കുന്നതോടെയാണ്. മർഡർ അണ്ടർ സെക്ഷൻ 302 ഓഫ് ദ IPC എന്നതായിരുന്നു നാനാവതിക്ക് മേൽ പ്രോസിക്യൂഷൻ ആരോപിച്ച കുറ്റം. തങ്ങളുടെ കക്ഷിക്കുമേൽ ആരോപിക്കപ്പെട്ടുള്ള കുറ്റം അയാൾ ചെയ്തിട്ടില്ല എന്ന് നാനാവതിയുടെ അഭിഭാഷകരും വാദിച്ചു. കൊലപാതകം നടന്നതിന് പിന്നാലെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്ന് കമ്മീഷണർ ലോബോയോട് നാനാവതി നടത്തിയ ആദ്യത്തെ കുറ്റസമ്മതത്തെ തള്ളിപ്പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു പിന്നീട് അയാൾ കൊടുത്തത്. സംഭവ ദിവസം കമാൻഡർ നാനാവതി പ്രേം അഹൂജയുടെ വീട്ടിലേക്ക് എത്തിയത് അയാളെ വെടിവെച്ചു കൊല്ലണം എന്ന വ്യക്തമായ ഉദ്ദേശത്തോടെ അതിനുവേണ്ടുന്ന തയ്യാറെടുപ്പുകളോടുകൂടി തന്നെ ആയിരുന്നു എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ അങ്ങനെയല്ല, തോക്കിനു വേണ്ടി നടന്ന പിടിവലിക്കിടെ ആക്സിഡന്റലി ആ തോക്ക് പൊട്ടുകയാണ് ഉണ്ടായത് എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. പ്രോസിക്യൂഷൻ അന്ന് കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയ DC ജോൺ ലോബോയും കുറ്റകൃത്യം നടന്നപാടെ സ്ഥലത്തെത്തി അതിന് സാക്ഷിയായ പ്രേം അഹൂജയുടെ സഹോദരി മാമിയും അഹൂജയുടെ വീടായ ജീവൻ ജ്യോതിലെ കുശിനിക്കാരൻ ദീപക്കും വാച്ച്മാൻ പൂരൺ സിംഗും പ്രോസ് മാർഷൽ സാമൂലും അടക്കം ആകെ 24 സാക്ഷികളെ വിസ്തരിക്കുകയുണ്ടായി. ഈ കേസിൽ ഹാജരായ ബാലിസ്റ്റിക് എക്സ്പെർട്ട് പറയുന്നത് ട്രിഗറിൽ 20 പൗണ്ടെങ്കിലും മർദ്ദം കൊടുത്താൽ മാത്രമേ സ്മിത്ത് ആൻഡ് വെസൺ റിവോൾവർ പൊട്ടുകയുള്ളൂ, അതുകൊണ്ട് ഇതൊരു ഡെലിബറേറ്റ് ഫയറിംഗ് ആകാം എന്നായിരുന്നു. എന്നാൽ അതേസമയം ഇതൊരു ഡബിൾ ആക്ഷൻ റിവോൾവർ ആയിരുന്നതുകൊണ്ട് ഒരു ആക്സിഡന്റൽ ഫയറിംഗിനുള്ള സാധ്യതയും അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളഞ്ഞില്ല.
വിചാരണയ്ക്കിടെ പോലീസ് സർജൻ ഡോക്ടർ RM ഝാല പ്രേമഹുജയുടെ വെടിയുണ്ട തുളഞ്ഞു കയറിയ തലയോട്ടിയുടെ ഒരു ഭാഗം കോടതിയിൽ ഹാജരാക്കിയത് ആ മുറിയിലുണ്ടായിരുന്ന സകലരെയും ഞെട്ടിച്ചു കളഞ്ഞു. ജീവൻ ചോത്തിൽ സംഭവം നടക്കുന്ന സമയത്തുണ്ടായ സാക്ഷികളുടെ മൊഴികളും നിർണായകമായിരുന്നു. തന്റെ യജമാനന്റെ പേര് ഉച്ചത്തിൽ അലറി വിളിച്ചുകൊണ്ട് കമാൻഡർ നാനാവതി അകത്തേക്ക് കടന്നു വന്നു എന്ന് കുശിനിക്കാരൻ ദീപക്കും തന്റെ നേർക്ക് റിവോൾവർ ചൂണ്ടിയെന്ന് ബേറർ അഞ്ജാനിയും മൊഴി നൽകി. തോക്കും കയ്യിലേന്തിക്കൊണ്ട് കമാൻഡർ നാനാവതി പ്രേമഹുജയുടെ മുറിയിലേക്ക് പാഞ്ഞു ചെന്നതിന് ഇവർ രണ്ടുപേരും സാക്ഷികളാണ്. കമാൻഡർ നാനാവതി ധൃതിപ്പെട്ട് അകത്തു കയറി വാതിൽ കൊട്ടിയടച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ആ മുറിക്കുള്ളിൽ നിന്ന് 3 വെടിയൊച്ചകളും പ്രേം സാബിന്റെ നിലവിളിയും കേട്ടതായും അവർ മൊഴി നൽകി. വെടിയൊച്ച കേട്ട് താൻ പ്രേമിന്റെ മുറിയിലേക്ക് ഓടിച്ചെന്നപ്പോൾ ബാറ്റബൽ ചുറ്റി വെടിയേറ്റു കിടന്ന തന്റെ സഹോദരനെയാണ് കണ്ടത് എന്നും അപ്പോൾ ആ മുറിക്കുള്ളിൽ തോക്കുമേന്തി നിൽക്കുന്ന കമാൻഡർ നാനാവതിയെ താൻ കണ്ടു എന്നുമുള്ള പ്രേമഹുജയുടെ സഹോദരി മാമിയുടെ മൊഴിയും പ്രധാനമായിരുന്നു. വിചാരണയുടെ ഈ ഘട്ടത്തിലാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ CN ത്രിവേദിയെ സഹായിക്കാൻ വേണ്ടി കറാച്ചിയിൽ നിന്ന് ആയിടെ മാത്രം ഇന്ത്യയിലേക്ക് കുടിയേറിയ റാം ജഠ്മലാനി എന്ന മിടുക്കനായ യുവ അഭിഭാഷകൻ മാമി അഹൂജയുടെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം ഒരു വാച്ചിങ് ബ്രീഫായിട്ട് പ്രോസിക്യൂഷന്റെ ഭാഗമാകുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ ഈ കേസിന് അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവുണ്ടാക്കുന്നു. സാക്ഷിമൊഴികളിൽ നിന്ന് അദ്ദേഹം ഏറെ നിർണായകമായൊരു കൗണ്ടർ എവിഡൻസ് കണ്ടെടുക്കുന്നു. വെടിയേറ്റ് താഴെ വീണ് കിടന്നപ്പോഴും പ്രേമഹുജയുടെ അരയിൽ നിന്ന് ഊർന്നു പോകാതിരുന്ന ബാറ്റവലായിരുന്നു ആ തെളിവ്. പ്രതിഭാഗം അവകാശപ്പെടുന്നത് പോലെ അവിടെ കമാൻഡർ നാനാവതിയും പ്രേമഹുജയും തമ്മിൽ ഒരു മൽപ്പിടുത്തം നടന്നിട്ടുണ്ടെങ്കിൽ, വെടിവരെ അവിടെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ, അത്രയൊക്കെ നടന്നിട്ടും പ്രേമിന്റെ അരയിൽ നിന്ന് ആ ബാറ്റബൽ ഊരിപ്പോകാതിരുന്നത് എന്തുകൊണ്ട് എന്നതായിരുന്നു രാം ജഠ്മലാനിയുടെ പ്രസക്തമായ ആ ചോദ്യം. പ്രേമഹുജയിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 1.5 അടിയെങ്കിലും അകലെ നിന്നാണ്, അയാളുമായി യാതൊരുവിധ മൽപ്പിടുത്തവും നടത്താതെയാണ് കമാൻഡർ നാനാവതി ആ വെടി ഉതിർത്തിട്ടുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് മൽപ്പിടുത്തത്തിനിടയിൽ അബദ്ധത്തിൽ പൊട്ടിയതാണ് വെടിയെന്ന് പ്രതിഭാഗത്തിന്റെ വാദം തെറ്റല്ലേ എന്നായിരുന്നു രാം ജഠ്മലാനി ചോദിച്ചത്. രാം ജഠ്മലാനി എന്ന അന്നത്തെ ഈ യുവ അഭിഭാഷകൻ പിന്നീട് അങ്ങോട്ട് സുപ്രീം കോടതിയിലെ സൂപ്പർ സ്റ്റാർ അഡ്വക്കേറ്റായി മാറുന്നത് നമ്മൾ കാണും. ഈ കേസിന്റെ വിചാരണ നിത്യേന എന്നോണം പത്രങ്ങളിൽ വിശദമായി തന്നെ ഇടം പിടിച്ചതോടെ ബോംബെയിലെ തെരുവച്ചവടക്കാരും അവരുടെ ക്രിയേറ്റിവിറ്റി പുറത്തിറക്കി. അന്ന് നാനാവധി കളിത്തോക്കുകളും അഹൂജ ബാറ്റവലുകളും തെരുവച്ചവടക്കാരുടെ ഏറ്റവും വിറ്റഴിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളായി മാറി. നാനാവതി കാ പിസ്റ്റൾ ബാങ് ബാങ് ബാങ്, അഹൂജ കാ തോലിയ മരേങ്ക തോബി നെഹി ഗിരേങ്ക. അതായത് നാനാവതിയുടെ തോക്ക് ബാങ് ബാങ് ബാങ്, അഹൂജയുടെ ടവൽ മരിച്ചാലും ഊരി വീഴാത്ത ടവൽ എന്നിങ്ങനെ ആയിരുന്നു അവരുടെ സെയിൽസ് സ്ലോഗനുകൾ. ഈ കേസിൽ കമാൻഡർ നാനാവതിയുടെ ഭാര്യ സിൽവിയയെ ഒരു സാക്ഷിയായി വിസ്തരിക്കാൻ പ്രോസിക്യൂഷൻ വിസമ്മതിച്ചപ്പോൾ അഡ്വക്കേറ്റ് ഖണ്ടാലവാല കോടതി സമക്ഷം നടത്തിയ പരാമർശം പ്രോസിക്യൂഷൻ ഹാസ് ടേൺഡ് ഇൻടു എ പെർസിക്യൂഷൻ എന്നായിരുന്നു. ഇതേ സിൽവിയ പിന്നീട് പ്രതിഭാഗം സാക്ഷിയായി കോടതിയിലെത്തുന്നു. പ്രേമഹുജ കമാൻഡർ നാനാവതിയെ അപായപ്പെടുത്താൻ സാധ്യത ഉണ്ടായിരുന്നുവെന്ന് അവർ കോടതിയിൽ പറഞ്ഞു. തന്റെ ഭർത്താവിനെ താൻ വഞ്ചിക്കുകയായിരുന്നുവെന്നും തന്നെ പ്രേമഹുജ മാനിപ്പുലേറ്റ് ചെയ്യുകയായിരുന്നുവെന്നും അവർ കണ്ണീരോടെ കോടതിയിൽ സാക്ഷ്യം പറഞ്ഞു. ഈ മൊഴിയെ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള വിധേയത്വമെന്ന് പ്രോസിക്യൂഷൻ വിലയിരുത്തുകയും ചെയ്തു. അപ്പോഴേക്കും മുംബൈയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ടാബ്ലോയിഡ് മാധ്യമങ്ങളിൽ പലതിലും അച്ചടിച്ചു വന്നിരുന്ന ട്രയൽ കവറേജ് ഈ കേസിലെ പൊതുവികാരം കമാൻഡർ KM നാനാവതിക്ക് അനുകൂലമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഫുൾ നേവൽ യൂണിഫോമിൽ വിചാരണയ്ക്ക് അകമ്പടിയോടെ കോടതിയിലെത്തിയിരുന്ന കമാൻഡർ നാനാവതിക്ക് നേരെ അന്ന് വഴിയിൽ കാത്തിരുന്ന സുന്ദരികളായിട്ടുള്ള യുവതികൾ ലിപ്സ്റ്റിക് പതിച്ച കറൻസി നോട്ടുകൾ എറിഞ്ഞിരുന്നു എന്ന് BBC അന്ന് പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പല പത്രങ്ങളിലും ഇത്തരത്തിൽ കമാൻഡർ നാനാവതിക്ക് അനുകൂലമായ റിപ്പോർട്ടുകൾ അച്ചടിച്ചു വന്നിരുന്നുവെങ്കിലും വളരെ ബോധപൂർവമായൊരു പരിശ്രമം അതിനുവേണ്ടി നടത്തിയത് പാഴ്സി സമുദായത്തിൽപ്പെട്ട RK കരഞ്ചിയുടെ ഉടമസ്ഥതയിലുള്ള ബ്ലിറ്റ്സ് ആയിരുന്നു. വിവാഹിതയായ 3 കുഞ്ഞുങ്ങളുടെ അമ്മയായ സിൽവിയെ വശീകരിച്ച പ്രേം അഹൂജയെ അന്ന് രാവണനോടും ഭാര്യയെ മുതലെടുത്ത കാപാലികനെ വധിച്ച കമാൻഡർ നാനാവതിയെ ശ്രീരാമനോടും ഉപമിച്ചുകൊണ്ട് ബ്ലിറ്റ്സ് അന്ന് കഥകൾ ചമച്ചു. അന്ന് ബോംബെ നഗരത്തിൽ മദ്യത്തിന് നിരോധനം ഉണ്ടായിരുന്ന കാലമാണ്. പ്രേം അഹൂജ കൊല്ലപ്പെട്ട ശേഷം അയാളുടെ വീട്ടിൽ നിന്ന് പോലീസ് 2 കുപ്പി വിസ്കിയും 2 കുപ്പി റമ്മും 11 കുപ്പി ബിയറും 2 കുപ്പി ജിന്നും 1 കുപ്പി ബ്രാൻഡിയും കണ്ടെടുത്തിരുന്നു. ഈ വിവരം പുറത്തു വന്നതോടെ രഹസ്യമായി മദ്യം സംഘടിപ്പിച്ചിരുന്ന പ്രേം അഹൂജ ഇത് ഒഴിച്ചു കൊടുത്തുകൊണ്ടാണ് നിഷ്കളങ്കരായിട്ടുള്ള വിവാഹിതകളെ തുടർച്ചയായി തന്റെ കിടക്കയിലേക്ക് എത്തിച്ചിരുന്നത് എന്ന് ബ്ലിറ്റ്സ് അച്ചുനിരത്തി. അതുപോലെ പേര് വെളിപ്പെടുത്താനാവാത്തൊരു യുവതിയെ ഉദ്ധരിച്ചുകൊണ്ട് അവരെന്ന് എഴുതി പിടിപ്പിക്കുന്നത് അഹൂജയുടെ കയ്യിൽ യുവതികളെ വശീകരിക്കാൻ പോന്ന മഞ്ഞ നിറത്തിലുള്ള പൗഡർ രൂപത്തിലുള്ള ഒരു രഹസ്യ ലവ് പോഷൻ ഉണ്ടായിരുന്നു എന്നാണ്. അത് ഈ യുവതികളുടെ ഡ്രിങ്കിൽ അവരറിയാതെ മിക്സ് ചെയ്തുകൊണ്ടാണ് അഹൂജ അവരെ വശത്താക്കി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത് എന്ന് പോലും അന്ന് ബ്ലിറ്റ്സിൽ അച്ചടിച്ചു വന്നു. അഹൂജയുടെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ പോലീസ് കണ്ടെടുത്ത 22ഓളം പ്രേമലേഖനങ്ങളും
ചില ഇൻറ്റിമേറ്റ് ഫോട്ടോഗ്രാഫുകളുമൊക്കെ പ്രതിഭാഗം അഹൂജ ഒരു കാസനോവയായിരുന്നു എന്നുള്ള തങ്ങളുടെ വാദം ബലപ്പെടുത്താൻ ഉപയോഗിച്ചു. ഈ കേസിന്റെ വിചാരണ നടക്കുന്ന സമയത്ത് ഇന്ത്യൻ കോടതികളിൽ ജൂറി സിസ്റ്റം നിലവിലുള്ള കാലമാണ്. ഈ കേസിലും ഒരു 9 അംഗ ജൂറി ട്രയലിന് വേണ്ടി സെറ്റപ്പ് ചെയ്യപ്പെട്ടു. ജൂറിയുടെ മുന്നിൽ വന്ന ചോദ്യം അഥവാ ഈ കേസിന്റെ ക്രക്സ് എന്ന് പറയുന്നത് നാനാവതി പ്രേം അഹൂജയെ വെടിവെച്ചത് നിമിഷ നേരത്തെ ക്രോധം കൊണ്ടോ അല്ലെങ്കിൽ അബദ്ധവശാലോ ആണോ അതോ അതൊരു കരുതിക്കൂട്ടി നടത്തിയ കൊലപാതകമാണോ എന്നത് മാത്രമായിരുന്നു. ഹീറ്റ് ഓഫ് ദ മൊമെന്റിൽ നടന്ന കൊലയാണെങ്കിൽ IPC 300 വകുപ്പിന്റെ 1ഉം 4ഉം എക്സെപ്ഷൻസിന്റെ ആനുകൂല്യം പ്രതിക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ പരമാവധി കിട്ടാവുന്നത് 10 വർഷം വരെ തടവ് ശിക്ഷ മാത്രമാണ്. ഇനി അത് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത് പോലെ പ്രീമെഡിറ്റേറ്റഡ് മർഡർ ആയിരുന്നുവെങ്കിൽ സെക്ഷൻ 302 പ്രകാരം കൊലക്കയറോ ജീവപര്യന്തമോ ഒക്കെ കിട്ടാവുന്ന ഒരു കുറ്റമായി അത് മാറും. ഈ കേസിലെ അഡ്വക്കേറ്റ് ഖണ്ടാലവാലയുടെ വാദം ഒരു തിയേറ്ററിക് പെർഫോമൻസിൽ കുറഞ്ഞൊന്നുമായിരുന്നില്ല. തൻ്റെ കക്ഷിയുടെ കയ്യിൽ നിന്ന് മൽപ്പിടുത്തത്തിനിടെ അബദ്ധവശാൽ വെടിപൊട്ടിയാണ് പ്രേം അഹൂജ മരിച്ചത് എന്ന് വാദിച്ച അദ്ദേഹം തൻ്റെ വാദം ഉപസംഹരിക്കുന്നത് I asked for no sympathy and no mercy as Commander Nanavati has committed no offense എന്ന ക്ലാസിക് സ്റ്റേറ്റ്മെൻറ്റോടെയാണ്. കുറ്റാരോപിതന്റെ സോഷ്യൽ ക്ലാസും നേവിയിൽ അദ്ദേഹത്തിന് ഉന്നത പദവിയും ഈ കേസിന്റെ മെറിറ്റിനെ സ്വാധീനിക്കരുത് എന്ന് കോടതിയോട് അപേക്ഷിച്ച പ്രോസിക്യൂഷൻ വക്കീൽ CN ത്രിവേദി ആവട്ടെ KN നാനാവതി മനഃപൂർവ്വം ആലോചിച്ചുറപ്പിച്ച് നടത്തിയ ഒരു കൊലപാതകമാണിതെന്ന് അടിവരയിട്ട് പറഞ്ഞു. ഈ കേസിൽ നാനാവതിയെ വെറുതെ വിടുകയാണെങ്കിൽ നാട്ടിലെ എല്ലാ വിവാഹേതര ബന്ധങ്ങളിലും സമാനമായ പ്രവൃത്തി ഭർത്താക്കന്മാരിൽ നിന്നുണ്ടാകാൻ ഇത് പ്രോത്സാഹനമായേക്കുമെന്നും അദ്ദേഹം വാദിച്ചു. രാജ്യത്ത് നിലവിലുള്ള അഡൾട്ടറി നിയമങ്ങൾക്ക് അവിഹിത ബന്ധങ്ങളിൽ നിന്നുണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ നേരിടാനുള്ള കെൽപ്പുണ്ട് എന്നും അദ്ദേഹം കോടതിയെ ബോധിപ്പിച്ചു. ഈ വിചാരണ പ്രിസൈഡ് ചെയ്തിരുന്ന ജസ്റ്റിസ് RB മേത്തയും ജൂറിയെ ഓർമ്മിപ്പിക്കുന്നത് ബാഹ്യമായ യാതൊരുവിധ സ്വാധീനങ്ങൾക്കും വഴിപ്പെടാതെ നീതിയുക്തമായ വിധി തന്നെ പുറപ്പെടുവിക്കണം എന്ന് തന്നെയാണ്. ഒടുവിൽ വിധി വന്നപ്പോൾ 9 അംഗ ജൂറിയിലെ 8 പേരും നാനാവതിക്ക് അനുകൂലമായ നിലപാടെടുത്തു. IPC 302 വകുപ്പ് പ്രകാരം കമാൻഡർ KM നാനാവതി കുറ്റക്കാരനല്ല എന്ന് അവർ വിധിച്ചു. ജൂറിയെ പ്രിസൈഡ് ചെയ്തിരുന്ന സെഷൻസ് ജഡ്ജ് RB മേത്തയ്ക്ക് ഈ തീരുമാനത്തോട് യോജിപ്പില്ലായിരുന്നു. ജൂറിയുടെ തീരുമാനം മാനിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിന് ഇല്ലായിരുന്നുവെങ്കിലും അതിനെ അട്ടിമറിക്കാനും അദ്ദേഹത്തിന് അധികാരം ഉണ്ടായിരുന്നില്ല. ആകെ ചെയ്യാനാവുമായിരുന്നത് കേസ് ഹൈക്കോടതിക്ക് റെഫർ ചെയ്യുക എന്നതാണ്. അന്ന് ഈ തീരുമാനത്തെ പെർവേഴ്സ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് കേസ് അദ്ദേഹം ബോംബെ ഹൈക്കോടതിക്ക് റെഫർ ചെയ്യുന്നു. പ്രാഥമിക തെളിവുകൾ പരിശോധിച്ചാൽ തന്നെ കമാൻഡർ നാനാവതിയുടെ പ്രവൃത്തി നിമിഷ നേരത്തെ കോപത്തിന് പുറത്തുണ്ടായതല്ല എന്നത് വ്യക്തമാണ് എന്നും RB മേത്ത അന്ന് അഭിപ്രായപ്പെട്ടു. പിന്നീട് ഈ കേസ് വിചാരണയ്ക്കെടുക്കുന്ന ഹൈക്കോടതി കമാൻഡർ നാനാവതിയെ IPC 302 വകുപ്പ് പ്രകാരം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ഒടുവിൽ ഈ കേസിന്റെ വിധി വന്നുവെങ്കിലും ഏതു വിധേനയും കമാൻഡർ നാനാവതിയെ മോചിപ്പിക്കണമെന്ന് ബോംബെയിലെ പാഴ്സികളും ഒരു കാരണവശാലും അത് പാടില്ല എന്ന് സിന്ധി സമുദായവും ഒരുപോലെ വാശി പിടിച്ചതോടെ നഗരത്തിലെ ക്രമസമാധാന നില പോലും തകർന്നേക്കും എന്ന അവസ്ഥ വന്നു. അന്നത്തെ വിദേശകാര്യമന്ത്രി VK കൃഷ്ണമേനോന്റെ ഗുഡ് ബുക്സിൽ ഇടം പിടിച്ച ഒരാളായിരുന്നു കമാൻഡർ നാനാവതി. അന്ന് ഈ കേസിനെ പറ്റി ന്യൂയോർക്ക് ടൈംസ് പത്രത്തിന്റെ ലേഖകൻ ചോദിച്ചപ്പോൾ I did not want the stain of turpitude to destroy the career of so promising an officer എന്നാണ് കൃഷ്ണമേനോൻ പറഞ്ഞത്. ഈ കേസിന്റെ വിചാരണയ്ക്കിടയിൽ അന്നത്തെ നേവൽ അഡ്മിറൽ RD കട്ടാരി ഡൽഹിയിൽ നിന്ന് ഒഫീഷ്യൽ ജെറ്റിൽ പറന്നെത്തി തന്റെ സബോർഡിനേറ്റ് ഓഫീസർക്ക് അനുകൂലമായി കോടതിയിൽ സാക്ഷ്യം പറയുന്നുണ്ട്. അങ്ങനെ ഒരു നടപടി അതിനു മുമ്പോ ശേഷമോ ഒരു ക്രിമിനൽ കേസിന്റെ വിചാരണയ്ക്കിടയിലും ഇന്ത്യൻ നാവികസേനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇന്ത്യൻ ബ്യൂറോക്രസിയും സമൂഹവും ഒരുപോലെ നൽകുന്ന പ്രത്യേക പരിഗണനകളുടെ പേരിൽ കമാൻഡർ നാനാവതിക്കെതിരെ അന്ന് മാധ്യമങ്ങളിൽ പ്രതിഷേധമുയർന്നപ്പോൾ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ഒരു വിശദീകരണ കുറിപ്പ് പോലും ഇറക്കേണ്ടി വന്നു. എന്തായാലും ഹൈക്കോടതി ഇങ്ങനെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ച് വെറും 3 വർഷത്തിനുള്ളിൽ അന്നത്തെ ബോംബെ ഗവർണറായിരുന്ന വിജയലക്ഷ്മി പണ്ഡിറ്റ് തൻ്റെ സവിശേഷ അധികാരം ഉപയോഗിച്ച് കമാൻഡർ നാനാവതിയുടെ ശിക്ഷ ഇളവ് ചെയ്തു നൽകിയതോടെ അയാൾ ജയിൽ മോചിതനായി പുറത്തിറങ്ങി. നാനാവതി കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന 2 പ്രധാന മിത്തുകളുണ്ട്. അതിൽ ഒന്നാമത്തേത് നാനാവതി കേസ് ഇന്ത്യയിലെ അവസാനത്തെ ജൂറി വിചാരണയായിരുന്നു എന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നാനാവതി കേസിലെ വിധി പ്രസ്താവത്തിന് ശേഷവും ഹൈക്കോടതികളിലും സെഷൻസ് കോടതികളിലുമായിട്ട് വർഷങ്ങളോളം ജൂറി വിചാരണകൾ നടന്നിരുന്നു. പിന്നീട് ക്രിമിനൽ വിചാരണകളിൽ നിന്ന് ജൂറി ട്രയൽ ഒഴിവാക്കിയിട്ടും മരണാന്വേഷണത്തിനുള്ള കൊറോണർ ജൂറി സംവിധാനം ബോംബെയിൽ 1984 വരെയും നിലനിന്നു. 1999 മാത്രമാണ് ആ സിസ്റ്റം നിർത്തലാക്കപ്പെടുന്നത്. സത്യത്തിൽ സുപ്രീം കോടതിയോ സർക്കാരോ നേരിട്ട് ഉത്തരവ് നൽകിയല്ല ജൂറി സംവിധാനം അവസാനിപ്പിച്ചത്. 1973 ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പുതുക്കിയപ്പോൾ ആഫ്റ്റർ ഹിയറിംഗ് ആർഗ്യുമെന്റ്സ് ആൻഡ് പോയിന്റ്സ് ഓഫ് ലോ ഇഫ് എനി ദ ജഡ്ജ് ഷാൾ ഗിവ് എ ജഡ്ജ്മെന്റ് ഇൻ ദ കേസ് എന്നൊരു പരാമർശത്തോടെ ജൂറി സംവിധാനത്തെ എഴുതി തള്ളുകയായിരുന്നു. രണ്ടാമത്തെ മിത്ത് നാനാവതി കേസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ടാബ്ലോയിഡ് മാധ്യമ വിചാരണയാണ് ജൂറിയെ കളങ്കപ്പെടുത്തിയത് എന്നും അതാണ് ജൂറി സംവിധാനത്തിന് വിരാമമിടാൻ
നിർത്തലാക്കപ്പെടാൻ കാരണമായത് എന്നുമുള്ള വാദമാണ്. സത്യത്തിൽ നാനാവതി കേസിനൊക്കെ എത്രയോ മുമ്പ് തന്നെ ഇന്ത്യൻ ജൂറി സിസ്റ്റം വ്യാപകമായി വിമർശിക്കപ്പെട്ടു തുടങ്ങിയിരുന്നു. സമൂഹത്തിലെ സോക്കോൾഡ് ഉന്നത കുലജാതരെ കഠിനമായ ശിക്ഷകൾക്ക് വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ചു നിർത്താൻ ഇന്ത്യൻ ജൂറി സിസ്റ്റം കാണിക്കുന്ന വ്യഗ്രതയെക്കുറിച്ച് 1890കളിൽ തന്നെ ലോർഡ് ലാൻസ്ഡോണിനെ പോലെയുള്ള ബ്രിട്ടീഷ് അധികാരികൾ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. 1925 ബാവ്ല മർഡർ കേസ് പോലെയുള്ള വിചാരണകളിൽ മാധ്യമങ്ങൾ പ്രകടിപ്പിച്ച അപക്വമായ നിലപാടുകളിൽ നിന്ന് മാധ്യമ വിചാരണയുടെ അപകടങ്ങളും ജൂറി ട്രയലിന്റെ മെലോഡ്രാമാറ്റിക് സ്വഭാവവും ഒക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. ഗാന്ധിജിയും ജൂറി സംവിധാനത്തെ അനുകൂലിച്ചിരുന്നില്ല. I am unconvinced of the advantages of jury trials over those by judges. We must not slavishly copy all that is English എന്നായിരുന്നു ഈ വിഷയത്തിലെ ഗാന്ധിജിയുടെ പ്രതികരണം. പരിശീലനം നേടിയ ജഡ്ജിമാരുടെ വിധിയാണ് അവസരം കിട്ടിയ സാധാരണക്കാരുടെ വിധിയേക്കാൾ വിശ്വാസ്യതയുള്ളത് എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. 1958 സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറലായിരുന്ന MC സെറ്റിൽവാദ് അധ്യക്ഷനായി രൂപീകരിക്കപ്പെട്ട 14ാം നിയമ കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ടിൽ ജൂറി ട്രയൽ നിർത്തലാക്കണം എന്ന നിർദ്ദേശത്തിന് കാരണമായി പറഞ്ഞിരുന്നത് യോഗ്യരായ ജൂറിസ്റ്റുകളെ കണ്ടെത്താനുള്ള പ്രയാസവും അതുപോലെ ജൂറിക്ക് മേൽ ബാഹ്യ ഘടകങ്ങൾക്കുണ്ടായിരുന്ന പ്രകടമായ സ്വാധീനവുമാണ്. അതുപോലെ ജൂറി സിസ്റ്റത്തിലെ ചില പാളിച്ചകൾ, ഉദാഹരണത്തിന് പല കേസുകളുടെയും വിചാരണയിൽ ഉണ്ടായിട്ടുള്ള ജൂറി നള്ളിഫിക്കേഷൻ, അതായത് ചില കേസുകളിൽ ജൂറി നിയമം നടപ്പിലാക്കാൻ കാണിച്ചിരുന്ന വിമുഖത, അതുപോലെ കുറ്റാരോപിതരുടെ ജാതിയും സമൂഹത്തിലെ സ്ഥാനവും സാമ്പത്തിക സ്ഥിതിയുമൊക്കെ അനുസരിച്ച് അവരോട് ജൂറി അംഗങ്ങൾ കാണിച്ചിരുന്ന പക്ഷപാത മനോഭാവം, ഇതെല്ലാം ജൂറി ട്രയലുകൾ നിർത്തലാക്കാനുള്ള കാരണങ്ങളായിട്ടുണ്ട്. ചുരുക്കത്തിൽ നാനാവതി കേസോ അതുമായി ബന്ധപ്പെട്ട മാധ്യമ വിചാരണകളോ അല്ല കോടതി മുറികളിൽ നിലനിന്നിരുന്ന ക്ലാസ് കാസ്റ്റ് ഡിഫറൻസുകളെ അഡ്രസ് ചെയ്യാൻ നമുക്ക് സാധിക്കാതെ പോയതാണ് ഒടുവിൽ ജൂറി ട്രയൽ നിർത്തലാക്കപ്പെടാൻ കാരണമായത് എന്നർത്ഥം. 3 വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം ജയിൽ മോചിതനായ നാനാവതി ഭാര്യ സിൽവിയയ്ക്കൊപ്പം കാനഡയിലേക്ക് കുടിയേറി പാർക്കുന്നു. തുടർന്നും പതിറ്റാണ്ടുകളോളം അവിടെ കനേഡിയൻ മണ്ണിൽ കഴിഞ്ഞ ശേഷം ഒടുവിൽ 2003 ജൂലൈ 24 തീയതിയാണ് KM നാനാവതി വാർദ്ധക്യ സഹജമായ കാരണങ്ങൾ കൊണ്ട് സ്വച്ഛന്ത മൃത്യു വരിക്കുന്നത്. ഭർത്താവിൻ്റെ മരണശേഷവും ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സിൽവിയ 2019 ഒരു അസിസ്റ്റഡ് ജെറിയാട്രിക് ഹോമിലേക്ക് താമസം മാറ്റിയിരുന്നു. നാനാവതി കേസ് ശ്രദ്ധേയമാകുന്നത് അതിലെ സിനിമാറ്റിക്കായ സംഭവങ്ങളുടെ പേരിലോ കോടതിയിൽ നടന്ന നാടകീയ വ്യവഹാരങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ അത് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ തന്നെ ചെലുത്തിയ സ്വാധീനങ്ങളുടെ പേരിലോ അല്ല. നമ്മുടെ സമൂഹം എല്ലാ കാലത്തും സ്വാതന്ത്ര്യേച്ഛുക്കളായ സ്ത്രീകളോട് പുലർത്തിപ്പോന്നിരുന്ന മനോഭാവത്തിൻ്റെ പേരിലാണ്. ഒരു പരപുരുഷനുമായി ഉണ്ടായ പ്രണയ ശാരീരിക ബന്ധത്തിൻ്റെ പേരിൽ, തുടർന്ന് അവരുടെ ഭർത്താവ് പ്രവർത്തിച്ച കൊലപാതകത്തിൻ്റെയും പിന്നീട് നടന്ന കോടതി വിചാരണയുടെയും പേരിൽ ആ സ്ത്രീക്ക് നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത അപമാനങ്ങളാണ്. കേസ് കോടതിയിലെത്തിയപ്പോൾ സ്വാർത്ഥയായ പെരുങ്കള്ളി എന്ന് സിൽവിയയെ വിളിച്ച പബ്ലിക് പ്രോസിക്യൂട്ടർ കാമുകൻ മരിച്ചതുകൊണ്ട് മാത്രമാണ് അവരിപ്പോൾ ഭർത്താവിൻ്റെ പക്ഷത്ത് നിൽക്കുന്നത് എന്നും ആക്ഷേപിച്ചു. കോടതി മുറിയിൽ പ്രതിഭാഗം അവരെ ഒരു പരിധിവരെ സംരക്ഷിച്ചു നിർത്തിയെങ്കിലും കോടതിക്ക് പുറത്ത് അവരെ ജനം പൊതുവിചാരണയ്ക്ക് വിധേയയാക്കി. സമൂഹത്തിൽ സമാരാധ്യനായൊരു നാവികസേന ഓഫീസർ ഭർത്താവായിരിക്കെ സ്വന്തം ലൈംഗിക ദാഹം തീർക്കാൻ ഒരുമ്പിട്ടിറങ്ങിയ ഒരു സെക്സ് ഹംഗ്രി ഫോറിനറായി അവർ ചിത്രീകരിക്കപ്പെട്ടു. വിചാരണയ്ക്ക് സാക്ഷ്യം വഹിക്കാനെത്തിയ അവരെ കോടതി വളപ്പിൽ വെച്ച് പൊതുജനം കാറിത്തുപ്പി അപഹസിച്ചു. സിൽവിയയുടെ മക്കൾ പഠിച്ചിരുന്ന സ്കൂളിലെ സഹപാഠികൾ അന്ന് ഷേക്സ്പിയറിന്റെ ഹൂ ഇസ് സിൽവിയ എന്ന കവിതയ്ക്ക് പാരഡി ഉണ്ടാക്കി ആ 3 കുട്ടികളെയും കളിയാക്കി. എല്ലാ അവിഹിത ബന്ധങ്ങളുടെയും സ്വാഭാവിക ദുരന്ത പര്യവസാനത്തിനുള്ള ഉദാഹരണമായി ഈ കൊലപാതകത്തെ പൊതുസമൂഹം അന്ന് ഉദ്ധരിച്ചു. ഒരു സ്ത്രീയുടെ സ്വാഭാവികമായ ആഗ്രഹ പൂർത്തീകരണത്തെയും അതിൽ പ്രകോപിതനായി അവരുടെ ഭർത്താവായ പുരുഷൻ പ്രവർത്തിച്ച ഗുരുതരമായ അക്രമത്തെയും ഒരു തുലാസിൽ വെച്ച് തൂക്കി നോക്കി വിധി എഴുതുന്ന സമൂഹത്തിന്റെ മനോഭാവമാണ് നാനാവതി കേസിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇവിടെ ബാക്കിയാവുന്ന ചോദ്യം ഒന്നു മാത്രമാണ്: വ്യക്തിപരമായ തെരഞ്ഞെടുപ്പുകൾ സദാചാര സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായാൽ സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ചാപ്പകുത്തലുകൾക്ക് ആര് മറുപടി പറയും? മറ്റു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.